ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഇങ്ങനെ ഗ്ലാസ്മ തൊട്ട് നമ്മളവിടെ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇത് ചൂടുള്ള കുവൈത്തിൻ്റെ നഗരത്തിൻ്റെ അവസ്ഥയായിട്ട് മക്കളെ റുത്തുബ ഇനി വെള്ളമില്ലാതെ മൂപ്പിയായിട്ട് റുത്തുബൻ്റെ ഒരു അവസ്ഥയാണ് കാണിക്കുക. അത്രയും ചൂടാണ്. അപ്പം അതൊക്കെ അവിടെ കട്ടെ നമ്മൾ നേരെ നമ്മൾ അടുക്കളയ്ക്ക് പോകട്ടെ. റുത്തുബ അവിടെ കളിക്കട്ടെ. നമ്മളെ കിച്ചണിൽ ഇന്ന് നമ്മളെ സംഗീത ആൻഡ് നമ്മളെ ബംഗാളി ഇന്ന് മേക്കിംഗ് ആട്ടെ. കിട്ടില്ല ഫുഡ് മേക്കിംഗ് ആണ്. അപ്പം ഞാൻ ചെന്ന് നേരെ കുളിക്കാണെന്ന് എഴുതിങ്ങനെ നിന്നപ്പോഴാണ് അടുക്കളയിൽ നല്ല നമ്മളെ മിക്സർ കട്ടുന്ന കുറേ കളിക്കണം. അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ നല്ല ചിക്കൻ്റെ ലിവർ വന്നിക്കണം. നമുക്ക് നല്ല കിടിലൻ ചിക്കൻ ലിവർ വെക്കാം. നമ്മളെ സംഗീതിൻ്റെ നേതൃത്വത്തിലുള്ള കിടിലൻ എന്താ പറയുക ചിക്കൻ ലിവർ വരട്ടെ. എന്തൊക്കെ കാട്ടിക്കൂട്ടണം. എന്തായാലും ഉഷാറാണ്. നല്ല മസാല എന്തായാലും പൊളിയൊക്കെ കഴിഞ്ഞ ഏതോ വീഡിയോസിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചതല്ലേ. പക്ഷെ അതിലും ബെറ്റർ ആക്കിയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ പറഞ്ഞത്. ഇന്നത്തെ ഒരു പ്രത്യേകത അരച്ച് നമ്മളെ തേങ്ങ എന്താ പറയുക മോരുകറി ഉണ്ടാക്കില്ല അതുപോലെ സെറ്റാക്കിക്കണം. ഇതെല്ലാം അരച്ച് സെറ്റാക്കണം. അപ്പോൾ നേരെ നമ്മളെ ബംഗാളി നേരെ അടുപ്പത്തേക്ക് നേരെ ഉള്ളിലൊക്കെ ഇട്ട വലിയുള്ളൊക്കെ നല്ല കഷ്ണാക്കി കട്ട് ചെയ്ത് നമ്മൾ ഓയിലുണ്ടല്ലോ, ഏത് ഓയിൽ മറ്റേ സാധാരണ മഞ്ഞക്കുപ്പിയിൽ വരുന്ന ഓയിലുണ്ട്. എൻ്റെ പേര് വെച്ചിട്ടില്ല. എന്തായാലും കടുകെണ്ണ മറ്റേ എന്തോരം എണ്ണ ആ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ വരുമ്പോൾ ഇത് ബംഗാളികളും ഉപയോഗിക്കില്ലല്ലോ. വെളിച്ചെണ്ണ ഫുള്ള് നമ്മൾ മലയാളീസ് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കൊളസ്ട്രോളും കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്ക്. അത് വേറെ ഡേഞ്ചറാണല്ലോ. അപ്പോൾ ഇത് ഉള്ളിലൊക്കെ നല്ല വെന്ത് വറാതെ കിടക്കണം. ഓൽക്ക് കരിഞ്ഞ് മുട്ടാക്കാന്നറിയില്ല അതുപോലെ ആക്കണം ഓൽക്കിട്ടാം. സംഗീതത്തിന് ഏതോ നമ്മളെ ഒരു കമൻറ്റിൽ കണ്ടിട്ട കുവൈത്തിലെ രാജാവാണ്, കുവൈത്തിലെ മുതലാളിയാണ്, ഇവൻ്റെ സ്വർണം പണ്ടൊക്കെ കണ്ടിട്ടാണ് കമൻറ്റ് വന്ന് എനിക്കറിയാം. അവൻ പണിയെടുത്ത കാര്യം മുഴുവൻ സ്വർണം വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നാട്ടിൽ കൊണ്ടിട്ടൊന്നും കല്യാണമൊക്കെ നടത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു ഈ രൂക്കിലാരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ പൊക്കിക്കൊണ്ടാവും ചങ്ങായിയാരെ. അപ്പോൾ അതൊന്നും വിഷയമില്ലാരട്ട. അവനൊരു ടൈപ്പ് ചങ്ങായിയാണ് എന്തായാലും. അപ്പോൾ കജിമ്മ ചെയിനും ഇതാ ഏകദേശം എത്ര പൗണ്ടെന്ന് പോന്നെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല ഏതായാലും. അപ്പോൾ അവൻ്റെ നേതൃത്വത്തിലുള്ള കുക്കിംഗ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ കമൻറ്റ് പറഞ്ഞു കൊടുത്തിട്ട് ആ കമൻറ്റ് ഇങ്ങനെയൊക്കെ വന്നിക്കണം കേട്ടോ എനിക്കെതിരെ. അപ്പോൾ പറയാം ഞാൻ ഇവിടുത്തെ സുൽത്താനാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇത് തള്ളി മറിച്ച ഓനും കുഴപ്പമില്ല ഞാനും കുഴപ്പമില്ല. അപ്പോൾ തക്കാളി ഉള്ളിമ്പാടെ പരത്തിയിട്ട് അതിക്ക് നമ്മൾ ഈ കൂട്ടി വെച്ച് ഇഞ്ചിയും പച്ചമുളകൂട്ട് അരച്ച് വെച്ച് എരിഞ്ഞ് പണ്ടാരാവും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് നമ്മളെ ചിക്കൻ ലിവർ കണ്ട വെള്ളത്തിൽ കിടന്ന് വേദിട്ട് അതിക്ക് പിന്നെ മസാല ഇട്ടിട്ട് മുളകും പൊടിയും മല്ലിപ്പൊടി അങ്ങനെ ഒരുപാട് മസാലൻ്റെ ഒരു കൊട്ടനെ വാരി വലിച്ച് തീക്കിട്ടിട്ട് ഇതിലും എരിഞ്ഞ് പണ്ടാരടങ്ങുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ ഏതായാലും തിന്നാൻ വേണ്ടി വന്നതായിരുന്നില്ല, വീഡിയോസ് എടുക്കാമല്ലോ എന്ന് എഴുതി വന്നതാണ്. ബെസ്ക്കൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ കുറച്ചൊരു മുട്ടയും ചപ്പാത്തി കഴിച്ചതായിട്ട് ഇതിൻ്റെ മുമ്പേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് സ്വല്പം കൂടി എൻജോയ് ചെയ്യാമല്ലോ. ഇതൊക്കെയല്ല നമ്മളാകെ സന്തോഷം. എല്ലാവരും ഇവിടെ കൂടുമ്പോൾ ഒരുമിച്ച് കൂടുന്ന രസമല്ലേ. അപ്പോൾ അതാ മറ്റോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും ഓരോ പണിയെടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ പണിയെടുക്കൂല, ഞാൻ തിന്നാൻ വന്നതല്ല, ഞാൻ കാണാൻ വന്നതാണെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തൈരും കൊട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിലൊരു വെറൈറ്റിയാണ് സംഗീതം. ഇതേപോലെ തന്നെ ഫുഡ് വെറൈറ്റി പരീക്ഷിക്കാൻ ആൾ ഉഷാറാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് ഫുഡ് ഇങ്ങനെ വെറൈറ്റി പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വെറൈറ്റിക്ക് ഇങ്ങനെ മുൻഗണന കൊടുക്കും, ഓരോന്ന് മിക്സ് ചെയ്യും. പക്ഷെ ചിലവർ പറയും തൈരിക്ക് മുളക് കൂട്ടാൻ പറ്റില്ല, തൈരിക്ക് മീൻ കൂട്ടാൻ പറ്റില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഞാനിതൊക്കെ വളരെ ഡിഫറെൻറ്റാണ്. വെളിച്ചെണ്ണ അത് അവസാനത്ത് ഒറ്റിട്ട്, വെളിച്ചെണ്ണ അല്ല നമ്മൾ കടുകെണ്ണ കേട്ടോ. കടുകെണ്ണ തലി തേക്കാല എണ്ണ കൊണ്ടാണ് അവസാനമായിക്ക് പരന്നിട്ട് ഞാൻ പറഞ്ഞു ഇതേക്ക് ഉപയോഗിക്കാം, ഇത് ബെറ്ററാണ് പറഞ്ഞു, അടിപൊളിയാണ് പറഞ്ഞിട്ട് ഏതായാലും അവസാനത്ത് ഒറ്റിച്ചിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുപ്പി കടുകെണ്ണ കുപ്പി കാലിയായിട്ടോ. സത്യത്തിൽ അന്ന് എനിക്ക് തണുപ്പുണ്ടായപ്പോൾ ചോർച്ചിലിന് കൊണ്ടുവരുന്ന എണ്ണയാണ്. ആ എണ്ണ നമ്മളെ ബംഗാളികളൊക്കെ വാരി വലിച്ച് തേക്കണ എണ്ണ കേട്ടോ. സത്യ റൂമിൽ ബംഗാളി ഉണ്ടെങ്കിൽ ചിലവർക്കൊക്കെ മനസ്സിലാവും ഇത് എന്തെണ്ണ. അപ്പോൾ ഉപ്പ് വാരി വലിച്ച്, ഉപ്പ് പിന്നെ ഒരു പാകത്തിനോടുള്ള ഒരു മീഡിയം ഓവറായി ഒരു ഉപയോഗിക്കില്ല, അത് വരെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഉപ്പും അടിപൊളിയായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഏതായാലും കേട്ടോ. കടുകെണ്ണൻ്റെ മൊത്തത്തിലൊരു മയം സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്നുള്ള തൈരൊക്കെ പടങ്ങിയിട്ടും നിങ്ങൾ ശ്രീലങ്കക്കാർ ഫുഡ് കഴിച്ചു മക്കളെ. നിങ്ങൾ നിന്ന് നിൽമെന്ന് ഇരുന്ന് ഓടുക
ഒത്തിരി എരിവാണ്. നമുക്ക് തീരെ പിടിച്ചില്ല കേട്ടോ. ഞാൻ പലപ്പോഴായപ്പോൾ 2-3 വട്ടം ശ്രീലങ്കക്കാരുണ്ടാക്കിയ ഫുഡ് കഴിച്ചു. സോയാബീനാണോ പോലെ മെയിൻ ഇട്ട് ശ്രീലങ്കക്കാരെ ഹൈക്ക് ഇല്ല എരിവും എല്ലാതും. എരിവ് എത്ര ഇടാൻ പറ്റുമോ അത്ര ശ്രീലങ്കക്കാർ കഴിക്കോട്ടോ. എങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കണം. ഒരിക്കൽ എനിക്ക് ഒരാൾ പൊതി കൊണ്ടുവന്ന് തന്നെ ശ്രീലങ്കൻ്റെ ഫുഡ് ഇട്ട് നമ്മൾ വർക്ക് ചെയ്യണ എടുത്താൽ ശ്രീലങ്ക. അപ്പം ഞാൻ നമ്മളെ കേരള ഫുഡ് ഓനും കൊടുത്തു. ഞാൻ ശ്രീലങ്കൻ്റെ ഫുഡും കഴിച്ചിട്ടോ. ഞാൻ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത്. നമുക്ക് അങ്ങനെയുള്ള വെറൈറ്റി ആളിക്കത്തി. ശ്രീലങ്കക്കാരെ ഫുഡ് ആരെയും കഴിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. എന്തെങ്കിലുമൊക്കെ നമ്മൾ പരസ്പരം കാണാമല്ലോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച നമ്മൾ ചിക്കൻ്റെ ലിവർ ഇട്ട്, നാട്ടിലാണെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ലിവർ കഴിക്കാറുള്ളത്. പൊതുവേ നമ്മൾ ചിക്കൻ്റെ ലിവർ മറ്റേ ഇഞ്ചക്ഷൻ കുത്തിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെരിയ നോക്കിയപ്പോൾ ലിവർ നമ്മൾ മാറ്റി വെക്കും. അങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിൽ പൊതുവെ കാണലിട്ട്. നമ്മളിപ്പോഴത്തെ കോയിൻ്റെ അവസ്ഥ അങ്ങനെയല്ല, ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടുത്തെ ചിക്കന് മക്കളെ കഴിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ നമ്മൾ പറയില്ലട്ടോ. പക്ഷെ നാട്ടിലെ ഇഞ്ചക്ഷൻ വെച്ചാലും അല്ല, കാല് പോയതായാലും അല്ല, ആ കോഴിയാണ് ഇതിലാർക്കും മെച്ചം. ഫ്രോസനല്ല, ഫുള്ള് ഫ്രോസൺ. എന്തൊക്കെ കഴിക്കുക, അങ്ങനെ ഒരു അവസ്ഥയാണ്. ചിക്കൻ തിന്നൊന്നും വരാൻ കഴിയില്ല കേട്ടോ. നാട്ടിൽ പോയിട്ട് വേണം അടിപൊളി ഒരു കിട്ടിയിലും ചിക്കൻ ബിരിയാണി തിന്നാൻ മക്കളെ. ഇവിടെ ഞാൻ ഇന്നേ വരെ അടിപൊളി കിട്ടിയ ചിക്കൻ ബിരിയാണി തിന്നായിട്ട് ഓർമ്മ എനിക്കില്ല. ആ നാട്ടിലത്തെ രുചിയും അത് ഞാൻ ഉണ്ടാക്കി തിന്നാനും കൂടി ഇത്ര ഇവിടെ നിന്ന് കിട്ടും എനിക്ക് തോന്നിട്ട്. എന്തായാലും സംഗീതം അങ്ങനെ ബഡായി പറയുന്നുണ്ട്. സംഗീതത്തിൻ്റെ ബഡായി അതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. എന്തായാലും അപ്പം നമ്മളും കൂട്ടി കലബില പറഞ്ഞിട്ട് ഏതായാലും ചിക്കൻ്റെ ഗ്രേവിയും റൈസും പാടിട്ട് ഉച്ചക്ക് എടുത്ത് വെച്ച കറിയുണ്ട്. അപ്പോൾ കുറച്ചുണ്ടാക്കിയത് സാധനം എടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത പരിപാടിക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇഞ്ചി പേസ്റ്റ് ഇട്ടും. അപ്പം എന്താ ബംഗാളി കോച്ചിങ് കൊടുക്കേണ്ടത് അങ്ങനെ ആക്കിയപ്പോൾ അവസാനം അത് ടേസ്റ്റ് ചെയ്യാൻ ആരും കിട്ടാനില്ല. എങ്ങനെയുണ്ട് അവസാനം ഇഞ്ച കജ്ജ് തന്നെ പോലെ ഒപ്പിച്ച് ചെയ്താലും ഈ കഴിച്ചൊക്കെ റിയാസ് ബായി കഴിക്കുക എങ്ങനെയുണ്ട് തരാം. ഞാൻ പറഞ്ഞു കിട്ടില്ലെന്നാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് വേണ്ട, ഉപ്പ് മതിയാണ്. അപ്പോൾ ഓൽക്ക് ഉപ്പ് അത് വേണ്ട. അവസാനം അവർ കലക്കിപ്പാനത് ആരാൻ്റെ സെഡി എടുത്ത് അങ്ങനെയൊന്നും ഈ വൃത്തിക്കാരിവിടെ വരണ്ടിട്ടില്ല. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കൈക്കല കിട്ടിയില്ല. അവസാനം ആരൊക്കെ ഡ്രോയർ എടുത്തുകൊണ്ട് കൈക്കലാക്കിയത് നേരെ അത് പ്ലേറ്റിക്ക് തട്ടിയിട്ട് കറി മാറ്റി. ഞാൻ ആ പ്ലേറ്റിൽ തന്നെ ചോറും വേവിച്ചണം. അതുകൊണ്ടാണ് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ചട്ടിക്കല വെച്ചത് ഉച്ചക്ക് എടുത്ത് വെച്ച് ചോറ് ഉച്ചക്ക് റൈസ് ചെയ്യുന്ന ആ റൈസ് ആ പാത്രത്തിൽ തന്നെ തട്ടിയിട്ട് അത് ചൂടാക്കുക. ഇനി അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളെ ബംഗാളിയായിട്ട് അൻസാരി ആയിട്ട് അവൻ്റെ പേരും ബംഗ്ലാദേശ് സോറി നമ്മളെ ഇന്ത്യക്കാരൻ തന്നെയാണ്. അപ്പോൾ അത് ഓൻ്റെ നേതൃത്വത്തിൽ അതൊന്ന് ചൂടാക്കിയെടുത്ത് അത് കഴിക്കാന്നുള്ള ലെവലിലാട്ടോ. ഏകദേശം മണക്ക തട്ടി എനിക്കും വിശക്കാൻ തുടങ്ങിയിട്ട് ഞാനും ഇത് വെറുതെ വന്നതാണ്. ഇവർക്കും കൂടെ എൻ്റർടൈൻമെൻറ്റ് ഉറക്കം വരാത്തതുകൊണ്ട് വെറുതെ ഓലപ്പം കൂടാലെന്ന് എഴുതി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ സത്യത്തിൽ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ സ്മെല്ലൊക്കെ തട്ടിയപ്പോൾ എനിക്കും വിശപ്പ് തുടങ്ങിയത് ചെറുതായിട്ട്. അപ്പോൾ ഏതായാലും ഇനി കഴിച്ചിട്ട് ഇനി ഫൈനലൈസ് ചെയ്യാന്ന് കേട്ടോ. ഇതിങ്ങനെ ഒരാളും കൂടി വരാണ്ട് 2-3 ആൾക്ക് വരാണ്ട്. അപ്പോൾ ഇത് അൻസാരി വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇങ്ങനെ അലക്കി മറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് ഓരിക്കാൻ തുടങ്ങിയിട്ട് അൻസാരി ഓരോ പ്ലേറ്റിക്കും ലേസ് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് മതി. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയതല്ലേ, എനിക്ക് ഏകദേശം കുറച്ച് അതിൻ്റെ സ്മെല്ല് കേട്ടിട്ടൊന്ന് രുചിക്കാൻ ഏതായാലും പൂതിണ്ടായിട്ട്. അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോന്ന് വീതിച്ച് 3 പ്ലേറ്റ് ചപ്പത്ത് കറിയുണ്ട്. അപ്പോൾ അത് ഒരു അൻസാരി തന്നെ വെക്കണം കേട്ടോ. അപ്പം ഇനി വൃത്തിയില്ല എന്ന് പറഞ്ഞാലും വരരുത്. ഇതൊക്കെ അങ്ങനെയൊക്കെ എത്ര അഡ്ജസ്റ്റ്മെൻ്റ് ആണിതാ. വേറെ ഇട്ട റൂമൊക്കെ പുറം ചാടിയിട്ട് അതിൻ്റെ സ്മെല്ല് കണ്ടിട്ട് നേരെ പുറം ചാടി ഓണം ബസ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലേറ്റ് ഇല്ല. അൻസാരി പറഞ്ഞ് പ്ലേറ്റും ഇല്ല ചോറും ഇല്ല കടന്നുറങ്ങിക്കോന്ന് അറിയാനായിട്ട് അൻസാരി. അപ്പോൾ അവസാനം അതാ ചട്ടി പഠിക്കാറില്ല അത് ഉപ്പിക്കണ്ട. പിന്നെ അവസാനം 3-4 ആൾക്ക് അത് അവസാനം അടി പിടിച്ചത് കൂടി ഭാര്യ വലിച്ച് ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പം അൻസാരി എന്നോട് പറഞ്ഞു പോയി കടന്നുറങ്ങിക്കും, ചോറൊന്നുമില്ല ഇവിടുത്തെ ചോറ് തീർന്നിട്ട് മഴ പറഞ്ഞ തന്നെ പോയി കടന്നുറങ്ങിച്ചെങ്കിൽ ഇവിടുത്തെ ചോറൊന്നുമില്ല എന്ന് അൻസാരി പറഞ്ഞുകൊണ്ടിരിക്കുക. കറി അത്യാവശ്യം എല്ലാവർക്കും ഒപ്പിച്ചല്ല കറി ഉണ്ട്. കറിയും നല്ല അടിപൊളി കറി സ്മെല്ലുണ്ട്. അതാണ് ഇഞ്ചി പേസ്റ്റ് അരച്ച് വെച്ച് ഏടിയും ചൂടും ഉള്ളി പേസ്റ്റും തൈരും ഒക്കെ പാടെ മിക്സ് ചെയ്തുകൊണ്ട് കറി നല്ല രസം. ചിക്കൻ അങ്ങനെ അതിനോട് കുടിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എത്തിയിട്ടില്ല എന്നറിയില്ല. കറി അടിപൊളി കറിയുണ്ട്. ഏതായാലും ഉച്ചക്കത്തെ റൈസാണെന്ന് പറയില്ല കേട്ടോ. അല്ല നന്നായിട്ട് ചൂടായി സെറ്റ് ആയിക്കണം. ഏതായാലും കറിയും
ചിക്കൻ്റെ ഇതും പാടെ കൂട്ടി ഒരു പിടുത്തം പൊടിച്ച് നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും പാടെ സന്തോഷത്തോടെ കഴിച്ചപ്പോൾ നല്ല അടിപൊളിയൊന്നും ഇതിൽ ഞാൻ ഇതിലുണ്ടായിരുന്ന ചിക്കൻ ലിവർ മാറ്റോന്നിട്ട് കൊടുത്തിട്ടാണ് എനിക്ക് വേണ്ട. ഞാനൊരു ചെറിയ പൊട്ടെടുത്ത് ബാക്കി അവർക്ക് കൊടുത്തിട്ട് ഏതായാലും ക്യാമറക്ക് അങ്ങോട്ട് കൊണ്ട് കയറി കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കഴിച്ചുകൊണ്ട് കൈക്ക് ഒരു കഴിച്ചുകൊണ്ട് ക്യാമറ കൊടുക്കുകയും ചെയ്തുകൊണ്ട് കേട്ടോ. ഒരു വിയർത്തിക്കണം കേട്ടോ. ഈ മുസ്തഫാൻ്റെ കാരണം കേട്ടോ റൂമും കൂടി ചൂടെടുക്കണം ഒത്തിരി ഇതാണ്. അപ്പോൾ ഉണ്ടാവും എൻ്റെ എയർ ബാൻഡ് കഥ വേറെ എടുത്തത് വന്നിക്കണം കേട്ടോ. ഇനി വേറെ എടുത്തും വരാനുണ്ട്. മോണിയും കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. ആലങ്കീർ ഓൻ പുറത്തിടക്കുന്നുണ്ട്. ഓന് സ്മെല്ലടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിരുന്നു. പിന്നെ ഇതാ ചെമ്പ് കാലിയാക്കേണ്ട പരിപാടി ഇതാണ്. നമ്മൾ ആലങ്കീറത വന്നിക്കണം കേട്ടോ. ആലങ്കീറത ഒരു പ്ലേറ്റ് എടുത്ത് ഓനും മറ്റേ ചിക്കൻ്റെ ഇത് വേണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണം വെച്ചാൽ വേണ്ടായിരുന്നു. വീണ്ടും പ്ലേറ്റ് വേറെ കുടിച്ചു പറഞ്ഞു കേട്ടോ. അപ്പം ചോറ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വൃത്തിയാക്കിയത് അലങ്കീറിനെ കൊണ്ട് വൃത്തിയാക്കിയിട്ട്. കാരണം അലങ്കീർ പണിയെടുക്കാൻ വന്നില്ല. അലങ്കീറിനെ കൊണ്ട് വൃത്തിയാക്കിച്ച് വേറെ കൊണ്ട് പ്ലേറ്റ് കഴിച്ചു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഒക്കെ ബൈ. ഫോളോ ചെയ്യാൻ മറക്കരുത്.